വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബനോഫി പൈ ആണ്. പ്രഷർ കുക്കറിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു ടിന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം 7-8 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുത്താം. ഇത് നമ്മൾ ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ഈ മിൽക്ക് മെയ്ഡ് ടിന്ന് തുറന്നെടുക്കാൻ പാടുള്ളൂ. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 2 പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ ഏതെങ്കിലും. അതിലേക്ക് ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബിസ്ക്കറ്റ് ബട്ടർ ചേർത്തത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ചെറിയ ബൗളാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ബിസ്ക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, ഒരു പാക്കറ്റ് എടുത്താൽ മതി. എല്ലാം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ് കൊണ്ട് പകുതിക്ക് അമർത്തി ഇനി ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. ഇപ്പം 3-4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ മിൽക്ക് മെയ്ഡ് നല്ല ടോഫിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നേരത്തെ എടുത്തു വെച്ച ബിസ്ക്കറ്റിന്റെ മുകളിലേക്ക് ഈ ടോഫി നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതിപ്പോ ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ വലിയ കേക്ക് ടിന്നായതുകൊണ്ടാണ്. ചെറിയ ടിന്നാണെങ്കിൽ നമ്മൾ ചെറിയ ബൗളാണ് എടുക്കുന്നതെങ്കിൽ പകുതി ഇട്ടാൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി അതിന്റെ മുകളിലേക്ക് ഒരു 4 ചിങ്ങമ്പഴം ചെറുതായി എരിഞ്ഞത് ചേർക്കാം. ഇത് നമുക്ക് ഞാലിപ്പൂവൻ പഴമോ ചെറുപഴമോ ചേർക്കാവുന്നതാണ്. ഏത്തപ്പഴം ചേർക്കാൻ പാടില്ല. ബാക്കി ഏത് പഴവും വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം ഒരു ലെയർ നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പൊ ചെറിയ ബൗൾ ആണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം മതി. ഇതിന്റെ കൺസിസ്റ്റൻസി പുഡിങ്ങിന്റെ എന്താന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ളതായിരിക്കില്ല, നമുക്കിനെ മുറിച്ച് അങ്ങനെ സെറ്റ് ആവാനുള്ളതായിരിക്കില്ല, ഒരു ഐസ്ക്രീമിന്റെ പരുവമായിരിക്കും. ഇനി നമ്മൾ ഈ പഴത്തിന്റെ മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ട് എല്ലാം അത് സ്പ്രെഡ് ചെയ്ത് ഒരേപോലെ ഈവൻ ആക്കി എടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം. ഇത് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 6-7 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം സെറ്റ് ആവാനായിട്ട്. എന്നാലേ ഇത് സെറ്റ് ആവുള്ളൂ. 6-7 മണിക്കൂറെങ്കിലും. ഇത് നമ്മൾ വൈകിട്ട് ഉണ്ടാക്കി വെച്ച് വേണമെങ്കിൽ ഓവർനൈറ്റ് ഫുള്ളും വെക്കാം. ഇപ്പൊ നമ്മളുടെ ബനോഫി പൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മുറിച്ചെടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവും, സാധാരണ പുഡിംഗ് പോലെയല്ല, ഐസ്ക്രീമിന്റെ ഒക്കെ പരുവമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.